ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന കൂട്ടായ്മയിൽ നടന്നു വരുന്ന ചതയം മുതൽ ചതയം വരെയുള്ള ഗുരുദേവ ചരിതാമൃതങ്ങളിൽ കൂടെയുള്ള ഒരു യാത്രയാണല്ലോ നാം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കോലത്തുകരയിലെ ശിവലിംഗ പ്രതിഷ്ഠയെക്കുറിച്ച് നമുക്ക് അറിയാൻ ശ്രമിക്കാം. നമുക്ക് ഏവർക്കും അറിയാം, ശ്രീനാരായണ ഗുരുദേവൻ കോലത്തുകരയിൽ വരുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത്. ആ ക്ഷേത്രനടയിൽ ജന്തുബലി നടന്നുകൊണ്ടിരുന്ന കാലം ദേവിഭക്തർ ദേവിയുടെ അനുഗ്രഹത്തിനും കൃപാകടാക്ഷത്തിനും കാരുണ്യത്തിനും വേണ്ടി നേർച്ചയായി ജന്തുക്കളെ ബലി കൊടുത്തിരുന്നു. എത്രയും സുഗന്ധപൂരിതമായൊരു അന്തരീക്ഷത്തെയും പവിത്രവും പരിപാവനവുമായ മണൽത്തരികളെയും മലിനപ്പെടുത്തുകയല്ലേ ഇവർ ചെയ്യുന്നത്. ഇത് ഗുരുവിൻ്റെ മനസ്സിനെ ആകുലചിത്തനാക്കി. ഓരോരുത്തരും അവരവരുടെ മനസ്സിൽ തോന്നുന്ന ദൈവത്തെ തിരഞ്ഞെടുക്കുന്നു. ആ ദൈവത്തെ രക്ഷകനായി കണ്ട് രക്ഷാമാർഗമായി ഹൃദയത്തിലേറ്റുന്നു. അതിൻ്റെ പ്രീതിക്കായി ആചാരാനുഷ്ഠാനങ്ങളിൽ ഓരോന്ന് കൊണ്ടുവരുന്നു. അതിൽ ഒരു സമഭാവനയും സഹജീവി സ്നേഹവും ഉണ്ടാകേണ്ടുന്നതിന് പകരം സ്വന്തം കാര്യത്തിന് വേണ്ടി സഹജീവികളെ ബലി കൊടുക്കുന്ന ഈ രീതി, അത് ഒട്ടും ഗുരുവിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമ്മളോട് ഗുരുദേവൻ ജീവകാരുണ്യ പഞ്ചകത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നു, എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്. ഇത് ഓർക്കുകിൽ നാം കൊല്ലുന്നതുമെങ്ങനെ ജീവികളെ, തെല്ലും കൃപയേറ്റ് ഭുജിക്കിയതും. അതുപോലെ അനുകമ്പാ ദശകത്തിൽ പറയുന്നു, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. ഇതൊക്കെ ഗുരു പറഞ്ഞു തന്നിട്ടും പാവം മനുഷ്യർ അനാചാരമാണ് നടത്തുന്നത്, ആചാരമല്ല. ഇത് അവസാനിപ്പിക്കുന്നതിൻ്റെ തുടക്കം, അതായത് ജന്തുബലി അവസാനിപ്പിക്കുന്നതിൻ്റെ തുടക്കം കോലത്തുകരയിൽ നിന്ന് ആരംഭിക്കാമെന്ന് ഗുരു തീരുമാനിച്ചു. ഒരു നാൾ ഗുരുദേവൻ കോലത്തുകരയിലെത്തി. ഗുരു വന്നു എന്നറിഞ്ഞ് ഭക്തജനങ്ങളെല്ലാം ഗുരുവിൻ്റെ ചുറ്റും കൂടി. ഗുരു ചിന്താമഗ്നനായി ഇരുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് ഗുരു പറഞ്ഞു, നമ്മ ഇന്ന് ഇവിടെ നിന്നും പോയിട്ട് ഇന്ന ദിവസം തിരികെ വരും. ആ ദിവസം നിങ്ങൾ ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളെയും അമ്പലപ്പറമ്പിൽ വിളിച്ചു ചേർക്കണം. ഗുരുദേവൻ്റെ കൽപ്പന പ്രകാരം അവർ നാട്ടിലെ എല്ലാവരോടും വിവരം അറിയിച്ചു. നാട്ടിലുള്ളവരും അകലെ നിന്നുള്ളവരുമായി എല്ലാവരും അമ്പലപ്പറമ്പിൽ നിറഞ്ഞു. ആ ദിവസം ഗുരുദേവനും വന്നെത്തി. ഗുരു ഭക്തജനങ്ങളുടെ അടുത്തെത്തി അവരോടായി പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങളിവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്തിനാണെന്നറിയണ്ടേ? തീർച്ചയായും അവരെല്ലാം അതറിയാനുള്ള ആകാംക്ഷയോടെ നിൽക്കുകയാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു, അറിയണം സ്വാമി. അപ്പോൾ ഗുരു എന്താ പറഞ്ഞത്? ഈ ക്ഷേത്രത്തിൽ നേർച്ചയായി നടത്തിപ്പോരുന്ന ജന്തുബലി അവസാനിപ്പിക്കണം. ഇത് കേട്ട മാത്രയിൽ അവരാകെ ഞെട്ടിപ്പോയി. കാരണം ആ ആചാരം അവസാനിപ്പിച്ചാൽ ദേവി കോപിക്കില്ലേ എന്നതായിരുന്നു അവരുടെ ഭയം. നാട്ടിൽ അരാജകത്വവും കഷ്ടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും എല്ലാം ഉണ്ടാകില്ലേ എന്ന ചിന്ത അവരെ പേടിപ്പിച്ചു. അപ്പോൾ അവരുടെ ചിന്ത മനസ്സിലാക്കിയ ഗുരു എന്തു പറഞ്ഞു അവരോട്? നിങ്ങളാരും പ്രയാസപ്പെടേണ്ട, ദുഃഖിക്കേണ്ട, നമുക്ക് ദേവിയെ മാറ്റി ശിവനെ പ്രതിഷ്ഠിക്കാം. ഇത് കേട്ടപ്പോൾ അവരുടെ മനസ്സിന് ഒരാശ്വാസമായി. ഇതുവരെ ദേവിയെ പൂജിച്ച് ആരാധിച്ചിരുന്നവർ ഇനി ശിവനെ, സാക്ഷാൽ വിശ്വനാഥനെ, കോലധീരേശനെ വണങ്ങി പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടാനുള്ള അവസരമാണല്ലോ ലഭിക്കാൻ പോകുന്നത് എന്നോർത്ത് എല്ലാവരുടെ മനസ്സിലും ഒരു സമ്മതം ഭാവം വന്നു.
ഗുരു അന്ന് തന്നെ അപ്പോൾ തന്നെ പ്രതിഷ്ഠ നടത്താനുള്ള ദിവസവും മുഹൂർത്തവും അരുളി ചെയ്തു. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആ ധന്യമുഹൂർത്തത്തിൽ പ്രതിഷ്ഠയ്ക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യാനുള്ള ഏർപ്പാട് നടത്തി. അങ്ങനെ ഭക്തജനങ്ങൾ കാത്തിരുന്ന ദിവസം വന്നു. പ്രതിഷ്ഠയ്ക്ക് മുമ്പ് അവിടെ നടത്തേണ്ട പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന് തന്ത്രിമുഖ്യനോട് ഗുരു ചോദിച്ചു. അതിനുവേണ്ട ഹോമങ്ങളും പൂജകളും എല്ലാം ചെയ്തു. പ്രതിഷ്ഠ സമയമായപ്പോൾ ഗുരുദേവൻ അകത്ത് കയറിയിട്ട് തന്ത്രിയോട് വീണ്ടും ചോദിച്ചു, പൂജകളും ഹോമങ്ങളും ഒക്കെ ഭംഗിയായി നടന്നോ? എല്ലാം ഭംഗിയായി കഴിഞ്ഞു സ്വാമി. വീണ്ടും ഗുരുദേവൻ ചോദിച്ചു, ദേവിയുടെ ശക്തിയെ ആവാഹിച്ചു മാറ്റിയോ? അതും ഭംഗിയായി നടന്നു സ്വാമി എന്ന് തന്ത്രിമുഖ്യൻ പറഞ്ഞു. അപ്പോൾ ഗുരു അരുളി ചെയ്തു തന്ത്രിയോട്, എങ്കിൽ ശ്രീകോവിലിനുള്ളിൽ കയറി ദേവിയുടെ വിഗ്രഹത്തെ ഇളക്കി മാറ്റാൻ. തന്ത്രിമുഖ്യനും മറ്റു പലരും എത്ര ശ്രമിച്ചിട്ടും ആ വിഗ്രഹത്തെ ഇളക്കി മാറ്റാൻ സാധിച്ചില്ല. അപ്പോൾ ഗുരു ആദ്യം ചോദിച്ച ചോദ്യമുണ്ട്, ദേവിയുടെ ശക്തിയെ ആവാഹിച്ചു മാറ്റിയോ എന്ന്. അപ്പോൾ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞ തന്ത്രി ശക്തി എല്ലാം ആവാഹിച്ചു മാറ്റിയെങ്കിൽ ഈസി ആയിട്ട് ആ വിഗ്രഹത്തെ മാറ്റാമായിരുന്നു. പക്ഷേ അവരെത്ര ശ്രമിച്ചിട്ടും അതിന് സാധിച്ചില്ല. ഇത് കണ്ടു നിന്ന ഗുരു പറഞ്ഞു, നിങ്ങൾ പുറത്തിറങ്ങുക. എല്ലാവരും പുറത്തിറങ്ങി. ഗുരു അകത്തേക്ക് പ്രവേശിച്ചു. ഗുരുവിൻ്റെ മുഖമാകെ മാറി. ആ മുഖത്തേക്കൊന്ന് നോക്കുവാൻ പോലും ആർക്കും സാധിക്കുന്നില്ല. അത്രയ്ക്ക് പ്രകാശപൂരിതമായിരിക്കുന്നു. ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരുടെ കണ്ണുകൾ ചിമ്മിപ്പോകുന്ന അവസ്ഥ. ഗുരുദേവൻ തന്നിൽ അന്തർലീനമായിരിക്കുന്ന ആത്മസൂര്യനെ ജ്വലിപ്പിച്ചുകൊണ്ട് ശ്രീകോവിലിനുള്ളിലേക്ക് മെല്ലെ കയറി വാതിലടച്ചു. നിമിഷ നേരം കഴിഞ്ഞ് ഗുരു ആ വിഗ്രഹവും കയ്യിലേന്തി വാതിൽ തുറന്നു. ആ വിഗ്രഹം തന്ത്രിമുഖ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ചുറ്റമ്പലത്തിനകത്ത് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ കൊണ്ടുപോയി വയ്ക്കുക. സ്ത്രീകൾക്ക് അവിടെയാണ് സ്ഥാനം. അതവിടെ ഇരുന്നു കൊള്ളും. നിങ്ങളാരും ദേവി വിഗ്രഹത്തിന് മുമ്പിൽ ചെന്ന് കൈകൂപ്പി തൊഴുകയോ ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുകയോ ചെയ്യരുത്. ഒരു നിർദ്ദേശം കൊടുത്തു. അവിടെ ദേവി വിഗ്രഹം അവിടെ ആ മൂലയിൽ വെച്ചേക്ക്. ആരും അവിടെ പോയി വിളക്ക് കത്തിക്കുകയോ ചന്ദനത്തിരി കത്തിക്കുകയോ തൊഴുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യരുത്. ഇപ്പോഴും ആ വിഗ്രഹം അവിടെ ഭംഗിയായി ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് കൊലത്തുകര ക്ഷേത്രത്തിൻ്റെ ചുറ്റും അകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കാത്തത്. കാരണം നമ്മുടെ സഹജമായ ഒരു ഭാവമാണല്ലോ, എന്താണ് കാണരുതെന്ന് പറയുന്നത്, അതെവിടെയായിരിക്കുന്നതെന്നൊന്ന് നോക്കാൻ തോന്നും. നോക്കിക്കഴിഞ്ഞാൽ കൈ അറിയാതെ നെഞ്ചത്ത് കൊണ്ടുവച്ച് എൻ്റെ ദേവി എന്നൊന്ന് വിളിച്ചു പോകും. അപ്പോൾ ഗുരു കൽപ്പന ലംഘിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ ക്ഷേത്രത്തിനുള്ളിൽ ആരെയും കയറ്റാതിരിക്കുന്നത്. അങ്ങനെ അല്പനേരം വിശ്രമിച്ചതിന് ശേഷം ഗുരുദേവൻ പ്രതിഷ്ഠാകർമ്മത്തിനായി ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറി. പുറത്തു നിന്നവരെല്ലാം പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. പ്രതിഷ്ഠാ മുഹൂർത്തമായപ്പോൾ ഗുരു ശിവലിംഗത്തിന് മുകളിൽ കൈവച്ച് ധ്യാനിച്ച് ശിവലിംഗം സാവകാശം പീഠത്തിൽ ഇറക്കി വെച്ചു. ആ സമയം അന്തരീക്ഷമാകെ തിളങ്ങി വിളങ്ങി പ്രകാശപൂരിതമായി മാറി. ഗുരുവിൻ്റെ ആത്മചൈതന്യത്തിൻ്റെ ശക്തിയാൽ ഹൃദയഗംഗയെ ഉണർത്തി കണ്ണുകളിൽ കൂടി ധാരധാരയായി ശിവലിംഗത്തിൽ അഭിഷേകം നടത്തി. അഭിഷേക കണ്ണുനീരിൻ്റെ ഊർജത്താൽ ശിവലിംഗവും പീഠവും തമ്മിൽ ഉരുകിച്ചേർന്നു. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം അഷ്ടബന്ധമില്ലാതെ ചരിത്രപ്രസിദ്ധമായ പ്രതിഷ്ഠയാണ് കരയിലേത്. സൂര്യപ്രകാശം വിഗ്രഹത്തിൽ പതിക്കത്തക്ക രീതിയിലാണ്, കാറ്റും വെളിച്ചവും കിട്ടത്തക്ക രീതിയിലാണ് ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന. ഗുരു പുറത്തിറങ്ങി എല്ലാവരുടെയും അടുത്തേക്ക് ചെന്ന് ആ സമയം എല്ലാവരുടെയും ശ്രദ്ധ ഗുരുദേവനിലല്ല, ആ വിഗ്രഹത്തിലായിരുന്നു. അല്പസമയത്തിന് ശേഷം പഞ്ചാക്ഷരി മന്ത്രത്താൽ ഭക്തിസാഗരമായി അലയടിച്ചിരുന്ന ആ പ്രദേശത്ത് എല്ലാവരുടെയും ശ്രദ്ധ പ്രതിഷ്ഠയെ ഒരു നോക്ക് കണ്ടതിന് ശേഷം ഗുരുദേവനിലേക്കായി. അവിടെ ഗുരു അരുളി ചെയ്ത ഒരു ശ്ലോകമുണ്ട്. കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയെ. ഇതിൻ്റെ അടുത്ത 2 വരി
അന്നത്തെ ചെറുപ്പക്കാരനായ ശിഷ്യൻ കുമാരു, കാലൻ കനിവറ്റ് കുറിച്ചു വിടുന്ന ഓലപ്പടി എന്നെ അയക്കരുതേ എന്ന് മംഗളസ്വരൂപിയായ കോലതിരേശന് ഭക്തജനങ്ങൾക്ക് കനിവ് ചൊരിഞ്ഞുകൊണ്ട് സദാ സംരക്ഷകനായി വിരാജിക്കുന്നത് കാണിച്ചു കൊടുത്തുകൊണ്ട് ആ വരികൾ അവിടെ പൂർത്തിയാക്കി. നന്ദി, നമസ്തേ.